ഇപ്പൊ പണ്ഡിതന്മാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഗൂഗിൾ നോക്കിയിട്ട് അതിനേക്കാളും കൂടുതൽ അറിയാം. സ്കൂളിൽ ഒരു ക്ലാസ് എടുക്കുമ്പം അത് ഗൂഗിളിൽ അതിനെ വെല്ലുന്ന സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് എങ്ങനെ പഠിപ്പിക്കുന്ന സാറിനെ കളിയാക്കാം എന്നാണ് ഇവരെല്ലാം പ്ലാൻ ചെയ്യുന്നത്. ബിക്കോസ് ദേ ഗെറ്റ് ദാറ്റ് എന്തോ ഒരു വി ഡിഡ് സംതിങ് ഗ്രേറ്റ് എന്നുള്ളത്. പക്ഷേ താഴ്ന്നിടത്തെ നീരോടൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് താഴ്ന്നു കൊടുത്തേ പറ്റൂ. ഞാൻ ഇന്നും സ്റ്റുഡൻ്റ് ആണ്, ഞാനിപ്പോഴും ക്ലാസ്സിൽ പോകാറുണ്ട്. സോ എനിക്ക് എൻ്റെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്നെക്കാളും വളരെ പ്രായം കുറഞ്ഞവരായിരിക്കും. അവരെന്നെ സാർ എന്ന് വിളിച്ചാലും ഞാൻ പറയില്ല, എൻ്റെ സാറല്ലേ. ഇപ്പം LLB ചെയ്യുമ്പോഴും എന്നെക്കാളും പ്രായം കുറഞ്ഞവരും എൻ്റെ ഫ്രണ്ട്സിൻ്റെ സിസ്റ്റേഴ്സൊക്കെയാണ് എന്നെ പഠിപ്പിച്ചത്. പക്ഷെ ഞാൻ അവിടെ സ്റ്റുഡൻ്റ് ആണെന്നുള്ള ബോധം ആദ്യം വന്നാൽ മാത്രമേ ഞാൻ പഠിക്കുകയുള്ളൂ. ആ ബോധമാണ് ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് പലരും പോകുന്നത്. എല്ലാവരും നല്ലവരാണ്. ആ കുറച്ച് പേര് ദേ ക്രിയേറ്റ്, നമ്മൾ ഒരു ലിറ്റർ പാലിൽ ഒരു തുള്ളി നാരങ്ങ പോലെ ആ പാല് പിരിഞ്ഞു പോകും. സോ ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. അപ്പം നമുക്ക് ആ ഉണ്ടായിരുന്ന കോൺസെപ്റ്റ് ഓഫ് ഈ നമ്മുടെ കണ്ണിൻ്റെ ഇരുട്ട് നീക്കം ചെയ്യുന്ന ഗുരു എന്നുള്ളൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടീച്ചറും അങ്ങനെയുള്ള കോൺസെപ്റ്റ്സും ഇപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ സിനിമയിൽ വരെ സാറിൻ്റെ പേര് ബെർത്തോൾ ഫാദറും സുരേഷ് കുമാർ സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല സിനിമകളിലും ക്രൈസ്റ്റ് നഗറിൽ പല ടീച്ചേഴ്സിൻ്റെയും പേര് പറയാറുണ്ട്. ബെർത്തോൾ ഫാദർ ഇംഗ്ലീഷ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു MA ഇംഗ്ലീഷിൽ എങ്ങനെയാണോ ഒരു വ്യക്തി ഫോണറ്റിക്സ് പഠിക്കുന്നത് അതിനേക്കാളും ചിലപ്പോൾ കൂടുതലായിട്ടായിരിക്കും ഞങ്ങൾ പഠിപ്പിച്ചത്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, വി ആർ ഓൾ ബ്ലെസ്ഡ്. ഞങ്ങളുടെ ബാച്ചിലുള്ള ആൾക്കാർക്ക് അങ്ങനെ ലാംഗ്വേജിന് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല.